ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യം പറഞ്ഞതിലേക്ക് ആരും പോകരുത്. അഥവാ ഒരാളെയും കാഫർ എന്ന് വിളിക്കാനോ കാഫറാക്കാനോ നമ്മൾ പോകരുത്. ഖുതുബിയ്യത്ത് എന്ന പേരിൽ ഇന്ന് പള്ളികളിൽ പോലും മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഓതപ്പെടുകയും ആളുകൾ ഒരുമിച്ച് കൂടി അതിനുവേണ്ടി സമ്മേളിക്കുകയും അതൊരു വലിയ വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ അത് പാരായണം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി അത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക്, ഗൗരവമുള്ള അവസ്ഥയിലേക്ക് പോയി. പറയേണ്ടത് പറയണമല്ലോ ആ സമയത്ത്. ഈ സാധനം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം. ഷിർക്കിലേക്കും കുഫ്രിലേക്ക് തന്നെയും സമൂഹം എത്തുന്ന ഒരു ദുരവസ്ഥ വ്യാപകമായി വന്നു എന്നത്. നമുക്ക് ആ വിഷയത്തിൽ ഇൽമുണ്ടാകാൻ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മുടെ ഒരുപാട് സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാകും. ഈ മാർഗത്തിൽ ഇപ്പോഴും അതിൻ്റെ വസ്തുത അറിയാതെ ജീവിക്കുന്നത്, അവരെ തെര്യപ്പെടുത്താൻ, ഇതൊക്കെ നമ്മുടെ ബാധ്യത. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടി വരുന്നത്. യാ ഖുത്ബ അഹ്ലി സ്സമാ വൽ അർദി ഗൗസഹുമ യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമ. ഭയങ്കര വരികയാണ്. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമുക്ക് പേടിയായി പോകും. ഭയങ്കര പേടി വരും. അള്ളാന്റെ ശിക്ഷ അപ്പം ഇറങ്ങുമെന്ന് തോന്നി. എന്നിട്ടാണ് പള്ളിയിൽ വെച്ചിട്ട് ചെല്ലണത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സസൂക്ഷ്മം ജീവിതത്തിൽ പാലിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി, ദാസികളായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസരംഗത്ത് വളരെ മലീമസമായ ഒരന്തരീക്ഷത്തിലേക്കാണ് അഭ്യസ്ത വിദ്യരായ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പല സമീപകാല സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അഥവാ ഏകത്വത്തെ അംഗീകരിച്ച് ജീവിക്കുവാനുമൊക്കെ സാധിക്കുന്നു എന്നതാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ മഹാഭൂരിപക്ഷം ആളുകൾ, നമുക്കറിയാം, ഖുർആൻ പറഞ്ഞതുപോലെ അവരൊക്കെ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ തന്നെയും വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഖുർആൻ്റെ ഒരു പദമാണ് വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. അവർ മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ മോമിനുകളാണില്ല. ഒരു വല്ലാത്ത ഗൗരവമുള്ള പദമാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കിയാൽ ഇത് നമുക്ക് വളരെ ഗൗരവത്തിൽ കാണാൻ കഴിയും. മുമ്പുള്ളതിനേക്കാളധികം ഷിർക്ക് സമൂഹത്തിൽ പ്രചരിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇത് വ്യാപകമാകുമ്പോൾ സ്വാഭാവികമായി ഈ ഷിർക്കിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രബോധകന്മാർ, പ്രത്യേകിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ആളുകൾ, അല്പം ഗൗരവത്തിൽ അതിനെക്കുറിച്ച് പറയും. അത് അവരുടെ ഇഖ്ലാസിൻ്റെ ഭാഗമാണ്. ഖുർആൻ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരു വാചകം ശിർക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലൈൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക എന്നവർക്ക് നേരെ പറഞ്ഞു. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിയോടാ പറയുന്നത് ലൈൻ അശ്റക്ത, താങ്കളാണ് ശിർക്ക് ചെയ്യണമെങ്കിൽ പോലും ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ അമലുകൾ അർത്ഥശൂന്യമായി പോകും. അതതിൻ്റെ ഗൗരവമാണ്. ആ കൂട്ടത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ ചില വാക്കുകൾ ഉപയോഗിച്ചു. ആ വാക്കുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ വാക്കുകൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള ഇഖ്ലാസ് കൊണ്ടുവന്ന വാക്കുകളാണ്. ചില സ്ഖലിതങ്ങൾ ആ വാക്കുകളിലുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വസ്തുതയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സ്ഖലിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഒരാളെ കാഫിർ എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം അതാണ്, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം അതാണ്. അതയാൾ എന്ത് ചെയ്താലും ശരി, പാടില്ല. അത് പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതാണ് നമ്മളാരാ, ഇന്നയാൾ മുസ്ലിമാണോ കാഫറാണോ എന്നൊക്കെ വേർതിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമ്മളത് ചെയ്യേണ്ടുള്ളൂ. അത് ഏൽപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ ഖാല അർ-റജുലു ലി അഖീഹി യാ കാഫിർ ബാഅ ബിഹി അഹദുഹുമാ. ഒരാൾ തൻ്റെ സഹോദരനെ എടാ കാഫിറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാഫിറ എന്ന് വിളിച്ചാൽ, ബാഅ ബിഹി അഹദുഹുമാ, രണ്ടിൽ ഒരാൾക്ക് അത് മടങ്ങി വരും. രണ്ടിൽ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പറഞ്ഞ ആൾ അല്ലെങ്കിൽ പറയപ്പെട്ട ആൾ. അപ്പോൾ അതാ വിഷയത്തിൻ്റെ ഗൗരവമാണ് സത്യത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളെ, ഒരാളെ പ്രത്യേകിച്ചും ചൂണ്ടിയോ സൂചിപ്പിച്ചോ അയാൾ കാഫറാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, അഥവാ ആ പറഞ്ഞ ആളിൽ കുഫർ ഇല്ലെങ്കിൽ ഫഖദ് ബാ എന്ന് പറഞ്ഞത് ആർക്ക് പോയി പെടും? പറഞ്ഞ ആൾക്ക് പെടും. നഅൂദു ബില്ലാഹ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ ഏൽപ്പിക്കാത്ത ഒരു സംഗതിയാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ എന്താക്കേണ്ടുള്ളൂ, ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അതല്ല. ചർച്ച ചെയ്യേണ്ടത് ഇന്ന് സമൂഹത്തിലുള്ള വിഷയമാണ്. ആ വിഷയം ഗൗരവമുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ലാഘവത്തോടു കൂടി കണ്ടുകൂടാ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ തൗഹീദ് പ്രവർത്തനം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ കടുപ്പമുള്ള അപജയം ഇപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ടീമല്ല, ഒരുപാട് ടീമുകൾ. ഒരു രീതിയിലല്ല, ഒരുപാട് രീതികളിലാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ രണ്ട് വിഷയങ്ങൾ നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് ആ വിഷയത്തിൽ ഇൽമുണ്ടാകാൻ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മുടെ ഒരുപാട് സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാകും. ഈ മാർഗത്തിൽ ഇപ്പോഴും അതിൻ്റെ വസ്തുത അറിയാതെ ജീവിക്കുന്നത്, അവരെ തെര്യപ്പെടുത്താൻ, ഇതൊക്കെ നമ്മുടെ ബാധ്യത. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യം പറഞ്ഞതിലേക്ക് ആരും പോകരുത്. അഥവാ ഒരാളെയും കാഫർ എന്ന് വിളിക്കാനോ കാഫറാക്കാനോ നമ്മൾ പോകരുത്. അത് നമ്മുടെ
പണിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞു, വലൈസ ലി അഹദിൻ അൻ യുകഫിറ അഹദൻ മിനൽ മുസ്ലിമീൻ വഇൻ അഖ്തഅ വഗലത. ആർക്കും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ കാഫറാക്കാൻ അധികാരമില്ല. അയാൾ എന്ത് തെറ്റ് ചെയ്താൽ പോലും ഹത്താ തുഖാമ അലൈഹിൽ ഹുജ്ജ, ഹുജ്ജത്തുണ്ടാകും. ഹുജ്ജത്ത് സ്ഥിരപ്പെടുത്തപ്പെടണം. ഹുജ്ജത്ത് സ്ഥിരപ്പെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളുടെ പണിയല്ല. നമ്മൾ അയാളതല്ലേ ചെയ്തത്, ആയിക്കോട്ടെ, അയാൾ ചെയ്ത പ്രവർത്തനം കുഫ്റാന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ആ സമൂഹത്തിൻ്റെ പ്രവർത്തനം ശിർക്കാണെന്ന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിജപ്പെടുത്തി പറയും, ഇന്നയാൾ, ഈ ആൾ കഫറാണ്, അല്ലെങ്കിൽ ഈ ആൾ മുശ്രിക്കാണ്, അത് പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത് പറയാനുണ്ടായ കാരണം സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിർക്കിലേക്കും കുഫറിലേക്ക് തന്നെയും സമൂഹം എത്തുന്ന ഒരു ദുരവസ്ഥ വ്യാപകമായി വന്നു എന്നതാണ്. അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഖുതുബിയ്യത്ത് എന്ന പേരിൽ ഇന്ന് പള്ളികളിൽ പോലും മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഓതപ്പെടുകയും ആളുകൾ ഒരുമിച്ച് കൂടി അതിനുവേണ്ടി സമ്മേളിക്കുകയും അതൊരു വലിയ വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ അത് പാരായണം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി അത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക്, ഗൗരവമുള്ള അവസ്ഥയിലേക്ക് പോയി. പറയേണ്ടത് പറയണമല്ലോ ആ സമയത്ത്. ഈ സാധനം എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം. ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ 470 ജനിച്ച ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹിമഹുല്ലാ, ഒരുപാട് പേരുകൾ അദ്ദേഹത്തിന് ഈ ആളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഖുതുബാണ്, അദ്ദേഹം വലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളുണ്ട്. അദ്ദേഹത്തെ ചില സന്ദർഭങ്ങളിൽ ഇടയാളനാക്കി, ചില സന്ദർഭങ്ങളിൽ നേർക്കുനേരെ അദ്ദേഹത്തോട് നടത്തുന്ന പ്രാർത്ഥനാ രൂപമാണ് ഖുതുബിയ്യത്ത് എന്ന് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം ഇതറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, അദ്ദേഹം ഹിജ്റ 470 അദ്ദേഹം ജനിച്ചത്. ഈ ഖുതുബിയ്യത്ത് ഉണ്ടാക്കിയ ആൾ അത് നമ്മളെ നാട്ടുകാരാണ്, ഇന്ത്യക്കാരാണ്. അതാകട്ടെ അവിടുന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഹിജ്റ 1040. ഇപ്പോൾ നമ്മളുള്ളത് ഹിജ്റ 1446. ഹിജ്റ 1040 തമിഴ്നാട്ടിൽ കായൽ പട്ടണത്തിൽ ജനിച്ച ഒരു മനുഷ്യനുണ്ട്. സദഖത്തുല്ലാ അൽ ഖാഹിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഒരു കഥയും പറയുന്നുണ്ട്. അദ്ദേഹം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. എന്താ കാരണം എന്നൊന്നും അറിയില്ല. അദ്ദേഹം പറയണമെന്ന് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അങ്ങനെ ജീവിച്ചു അദ്ദേഹം, വിഷമത്തിൽ ജീവിക്കുക. എന്താ വെച്ചാൽ ഈ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ ജീവിക്കുക. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണും. സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ഷെയ്ഖ് അദ്ദേഹത്തോട് പറയുകയാണത്രേ, നീ എൻ്റെ മദ്ഹ് ഒരു കാവ്യമാക്കി, ഒരു കവിതയാക്കി ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇതാണ് ഖുർആന് പകരം വായിക്കുന്നത്, ഓതുന്നത്, പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നത്. സ്വപ്നം എന്നത് ദീനിൽ തെളിവാകണമെങ്കിൽ അത് നബിമാർ കണ്ടതാകണം. ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും കണ്ടത് എന്തല്ല, സ്വപ്നമല്ല. സ്വപ്നം ദീനിൽ തെളിവല്ല.
പക്ഷെ ആൾക്കാർ ഇതൊന്നും ചിന്തിക്കൂല. ഇത് മാത്രമല്ല, അടിസ്ഥാന പ്രമാണങ്ങൾ, ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിനെയും സുന്നത്തിനെയും തള്ളുന്ന രീതിയിലുള്ള വളരെ ഘടകവിരുദ്ധമായ സംഗതികളാണ് ഇതിലുള്ളത്. അത് നമുക്കതിൻ്റെ വരികളിലൂടെ പോയാൽ കാണാൻ സാധിക്കും. ഇതാണ് ആ സാധനം, അൽ ഖസീദത്തുൽ ഖുതുബിയ്യ എന്ന് പറയുന്നത്. ഇതൊരു 3-4 പേജുള്ള കുറച്ച് കവിതകളാണ്. അറബിയിലാണ് എഴുതപ്പെട്ടത്. തമിഴ്നാട്ടുകാരനാണ് എഴുതിയെങ്കിലും അറബിയിലാണ്. എൻ്റെ മുകളിൽ എഴുതിയിട്ടില്ല, ആരും എഴുതിയിട്ടുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്ത വേർഡുകൾ മാത്രം, വരികൾ മാത്രം നോക്കാം. എല്ലാ വരികളും കൂടി നോക്കാൻ നിന്നാൽ നമ്മുടെ സമയം പോയി പോകുന്നത്. ഇത് നമ്മൾ പറയണത് എന്തിനാ വെച്ചാൽ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണേ. നമുക്ക് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നൊക്കെ. അതിൽ ആ ഹൈലൈറ്റ് ചെയ്തൊരു വരി നിങ്ങൾ നോക്കൂ. അതിൽ പറയുന്നത്, യാ ഖുത്ബ അഹ്ലി സ്സമാ വൽ അർദി ഗൗസഹുമ യാ ഫൈദ ഐനൈ വുജൂദൈഹിം വഗൈസഹുമ. ഭയങ്കര വരിയാണ്. എന്താ പറഞ്ഞത് മനസ്സിലായി? അത് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നമുക്ക് പേടിയായി പോകും. ഭയങ്കര പേടി വരും. അള്ളാഹിൻ്റെ ശിക്ഷ എപ്പോൾ ഇറങ്ങുമെന്ന് തോന്നിപ്പോകും. എന്നിട്ടാണ് പള്ളിയിൽ വെച്ചിട്ട് ചെല്ലണത്. യാ ഖുത്ബ അഹ്ല സ്സമാ വൽ അർദി, ആകാശ ഭൂമി നിവാസികളുടെ ഖുതുബും. ഖുതുബ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബിന്ദു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരൊക്കെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖുതുബ് എന്ന് പേരിട്ട്. യാ ഖുത്ബ അഹ്ല സ്സമാ വൽ അർദി ഗൗസഹുമാ, അവ രണ്ടിനെയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഗൗസായിട്ടുള്ളവനെ. ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായം നൽകുന്നവൻ. ആകാശത്തും ഭൂമിയിലും എന്ത് കൊടുക്കെങ്കിലും ആര് വേണം? ഇദ്ദേഹം വേണം എന്ന്. യാ ഫൈദ ഐന വുജൂദ ഖൈസഹും, വാനലോകത്തും ഭൂമിയിലുള്ള എല്ലാവർക്കും ഫൈദ ഐനൈ വുജൂദൈഹിം, നദിയും മഴയും വെള്ളവും ഒക്കെ ഒഴുക്കുന്നവനെ. എന്താ ഫൈദ എന്ന് പറഞ്ഞാൽ ഒഴുക്കം, ഐനെന്ന് പറഞ്ഞാൽ ഉറവിടങ്ങൾ, സമുദ്രം, വെള്ളം ഒക്കെ ഇതിൽ പെടും. വഗൈസഹുമാ, അവ രണ്ടിൻ്റെയും ഗൈസായിട്ടുള്ളവനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരായി പറയണത്? എന്താ പറഞ്ഞ്? ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഗൗസ്, ഖുതുബ്, ഇതൊക്കെ ഈ മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാനതാ പറഞ്ഞത്, കേൾക്കാൻ പറ്റില്ല. നോക്കി, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് വലിയ അത്ഭുതം. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ്. വലഇൻ സഅൽതഹും, അവരോട് ചോദിച്ചാൽ. ആരോട്? അന്നത്തെ ഖുർആൻ ഇറങ്ങുന്ന ആ സമൂഹത്തിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, മൻ നസല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചത്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ഭൂമിയെ, നിർജീവമായ ഭൂമിയെ ഇങ്ങനെ ജീവിപ്പിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന അല്ലാഹ്, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും. അവർക്കൊരു സംശയമില്ല. എന്ത്? അല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, ഇത് പറയണ്ടേ നമ്മൾ? ഇത് പറയുക മാത്രമല്ല, ഇത് ശിർക്കാണെന്ന് പറയാതിരുന്നാൽ എവിടെ എത്തും നമ്മൾ ആലോചിക്കുക. അപ്പം അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അത് മുഖേന നമുക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിച്ചു തരുന്നത് എന്നൊക്കെ വിശ്വസിച്ചിട്ടും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ ആരാ? അവരെവിടെയാ? അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹ്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ എങ്ങോട്ടാ പോകണത്? എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞ് നോക്ക്. ഞാനതാ പറഞ്ഞ്, നേരെ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും നേരെ ഘടകവിരുദ്ധം.
അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, സൂറത്തുൽ ബഖറ നമ്മൾ ഓതലില്ലേ, വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. എന്താ വാചകം! അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ ആരാ? വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ എടുപ്പാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ മഴ വർഷിപ്പിച്ചു തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. യാ ഖുതുബസ് സമാഇ യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർദ്. ആരാണിതൊക്കെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചത്? അങ്ങനെയുള്ള ഒരുത്തൻ. എന്നിട്ട് അല്ലാഹ് അടുത്ത വാചകം എന്താ പറഞ്ഞറിയോ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിന് കൂട്ടുകാരുണ്ടാക്കുകയാണ്, ശരീക്കുകളെ ഉണ്ടാക്കുകയാണ്, പങ്കുകാരുണ്ടാക്കുകയാണ്, അള്ളാഹുവിന് സമന്മാരുണ്ടാക്കുക. എത്ര ഗൗരവമുള്ളതാണെന്ന് ആലോചിച്ചു. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? സത്യത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മുശ്രിക്കുകൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേ അബദ്ധമാണ് ഈ സമൂഹത്തിനും പറ്റിയത്. അതാ മനസ്സിലാക്കുന്നത്. സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നുണ്ട് എന്താ അബദ്ധം? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. അതാണ് അബദ്ധം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക്, മനസ്സിലാക്കേണ്ട രീതിയിൽ അവർ കണക്കാക്കിയില്ല, മനസ്സിലാക്കി. അള്ളാഹ് എന്താന്ന് മനസ്സിലായില്ല. ഇനി അള്ളാഹിനെ പഠിക്കണ്ടേ? നേരല്ലല്ലോ. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി. അതാണ് അള്ളാഹ്. ആ അള്ളാഹിന്റെ അടുത്തേക്കാണ് ഇത് എത്തുന്നത്. ആരാണ് അള്ളാഹ്? നമ്മൾ മനസ്സിലാക്കണം. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ മത്വിയാതുൻ ബിയമീനി ഖബ്ളതുഹു യൗമൽ ഖിയാമ, ഒരു പിടുത്തത്തിനേ ഉള്ളൂ, ഒരു കൈപ്പിടിയിലൊതും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി, ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. എന്താ ഭൂമി ആകാശം എന്നൊക്കെ പറഞ്ഞു? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹ് തന്നെ പറയണ എന്താ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാനഹു വ തആല, അവൻ എത്ര പരിശുദ്ധനാണ്, എത്ര ഉന്നതനാണ്. അമ്മാ യുശ്രികൂൻ, ആ അള്ളാഹുവിലാണോ നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നത്? എങ്ങനെയാണ് ചെയ്യുക? ഇതാണ് സംഭവം. ഇത് തീരണില്ല. ഇത് ഭയങ്കര ഗൗരവമാണ്. ഇനി കുറച്ചും കൂടി താഴേക്ക് പോയാൽ കുറച്ചും കൂടി രസകരമായത് കാണാം. രസകരം എന്ന് നമുക്ക് പറയാം. ഞാൻ ഈ രസം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്കൊരിക്കലും അത് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തത് എന്നുള്ള നിലക്കാണ്. അത് ഭയങ്കരമാണ്. അത് ഭയങ്കര. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട വരികയാണ്. അവിടെ ആ വരി യഥാർത്ഥത്തിൽ വായിച്ചാൽ നമ്മൾക്ക് തോന്നും നമ്മളെ നിസ്കാരത്തെക്കാളൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഗതിയായി അത് മാറുകയാണ്. അതാണ് അതിലെ ഭയങ്കര ഗൗരവം എന്ന് പറഞ്ഞു. വായിച്ചു നോക്കി. വമൻ യുനാദി ഇസ്മി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹ്യിയദ്ദീനി. എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ പറയണ്ടാന്ന്. അത്രയും ഗൗരവമുണ്ട്. ഒമൻ യുനാദിസ്മി, എൻ്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ, അൽഫൻ 1000 തവണ, ബിഖൽവതിഹി വിജനമായ സ്ഥലത്ത് വെച്ച്, ആരുമില്ലാതെ. ഇതിൻ്റെ ഷറഫൊക്കെ, ഇതിൻ്റെ ഒരുപാട് വിശദീകരണ പുസ്തകങ്ങളുണ്ട്. അതാ രസം. ഒരുപാട് വിശദീകരണ മലയാളത്തിലിട്ടോ വിശദീകരണ ഗ്രന്ഥങ്ങൾ. അതിൽ പറയുന്നത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വിളിക്കണം എന്നാ, അവളെ വിജനാവും. കുറേ ആളൊന്നിച്ച് കൂടിയാലും ലൈറ്റൊക്കെ ഓഫാക്കണം, അപ്പോൾ വിജനാവും. എന്നിട്ടോ അസ്മം ബി ഹിമ്മത്തിഹി, അതാണ് എങ്ങനെ വിളിക്കണം? ദൃഢനിശ്ചയത്തോടു കൂടി വിളിക്കണം. ഉറപ്പായിട്ട് ആര് വരും? വിളിച്ചപ്പോ ഒത്തുബ് വരും. അള്ളാഹിനോട് ദുആ ചെയ്യുന്നിടത്ത് നമുക്ക് ഈ അസ്മ കിട്ടുന്നില്ല.
നമ്മൾ ഭയങ്കര അശ്രദ്ധ. ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കി ഇരുട്ടത്ത് വിജനമായ സ്ഥലത്ത് ഭയങ്കര തീർന്നില്ല. സർമൻ ലിഗഫ്വതിഹി. ഓ, അശ്രദ്ധ ഒഴിവാക്കിക്കൊണ്ട് വിളിക്കും. അശ്രദ്ധ ഒഴിവാക്കണം, ഗൗരവത്ത്. അങ്ങനെ വിളിച്ചാലോ ഷെയ്ഖ് പറയണത്രേ, അജബ്തുഹു മുസ്രിഅൻ, അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി. അവന്റെ ആ പ്രാർത്ഥന കാരണം, ദുആ കാരണം, മിൻ അജ്ലി ദഅവതിഹി അജബ്തുഹു മുസ്രിഅൻ, വളരെ ധൃതിയിൽ ഞാൻ ഉത്തരം ചെയ്യും, ശീഘ്രം ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഫല്യദഉ, വിളിച്ചോളി. എന്താ വിളിക്കണ്ടേ? നമുക്ക് വിളിച്ചൂടാ, അതുകൊണ്ട് നമ്മളത് പറയണം. നമുക്ക് വിളിച്ചൂടല്ലോ, പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ. യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനി എന്ന് വിളിച്ചോളി. അപ്പോൾ ഒരു വേഗം വരും. യാ അല്ലാ, അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ, ഖുർആന്റെ നേരെ എതിര്. ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്ത് ഗാഫിറിൽ കാണാം, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു. ഓ, എന്താണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ? ആരാ? നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ. ഇതാരാ? ഏതോ ഒരു മൗലാന സ്വപ്നം കണ്ടതാ മുപ്പ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. അതാണ് ഗൗരവമുള്ള വാചകം. അതുകൊണ്ടാ ഇത് ഗൗരവമായത്, അതുകൊണ്ടാ ഇത് പറയേണ്ടി വരുന്നത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ഈ ദുആ എന്ന ഇബാദത്ത് എന്നോട് ചെയ്യാൻ അഹങ്കാരം കാണിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനമാണ്. ഇത്ര സ്ഥലത്താ അള്ളാഹു പറയാണ് റസൂലുള്ളാഹിനോട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അർത്ഥം പറയട്ടെ, ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. നോക്കി എത്ര നേരെ ഘടകവിരുദ്ധം. എത്ര സ്ഥലത്താ അല്ലാഹു തആല പറഞ്ഞു? ഒരു സ്ഥലത്താ, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്നവ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും സൃഷ്ടിക്കൂല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അംവാതുൻ, മരിച്ചുപോയി. ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണ്. മാത്രല്ല വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് ഇനി പുനരുജ്ജീവിപ്പിക്കുക എന്ന് പോലും അറിയാത്തവർ. അവരോടാണ് എന്ത് ചെയ്യുന്നത്? എത്ര സ്ഥലത്താ അല്ലാഹു പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യൂല എന്നുറപ്പുള്ള ഈ ആളുകളോട്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനേക്കാൾ വഴികേടിലായവൻ ആരുണ്ട്? എന്താ ചോദ്യം? അല്ലാഹു തആല സൂറത്തുൽ അഹ്ഖാഫ് ചോദിക്കുക, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഈ ആളുകൾ അവരോടുള്ള ഈ ദുആഇനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്, അവർ കേൾക്കൂല. എത്ര സ്ഥലത്ത് മനസ്സിലാവൂല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. എന്താ വാക്കറിയും ശരിക്ക് എങ്ങനെയാണ് ഇനി ചെയ്യാൻ എനിക്കറിയില്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നവർ, അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. എന്നിട്ട് അല്ലാഹു ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്, ഫദ്ഊഹും, നിങ്ങളൊന്ന് ദുആ ചെയ്യ്, ഫല്യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ, ഇൻ കുൻതും സാദിഖൂൻ, നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ. എത്ര ഗൗരവത്തിലാ ചോദിക്കണം. എന്താ ഇതിലേറെ രസം അടുത്ത 2 വരി നോക്കി എങ്ങനെയാണ് ദ്വാരക്കേണ്ടത് എന്ന് പറയും. നമ്മൾ സാധാരണ ദ്വാ ഒന്നും പോരാ. അതാണ് ബഅദ സ്വലാത്തി 12 മിൻ റക്അത്തിൻ. ഭയങ്കര 12 റക്അത്ത് നിസ്കരിക്കണം. അത് ആർക്ക് വേണ്ടി നിസ്കരിക്കണം എന്നറിയാം? ഷെയ്ഖിന് വേണ്ടി നിസ്കരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ മതി. അതിൻ്റെ വിശദീകരണത്തിൽ ഇതിൽ പറയുന്നുണ്ട്.
ഷെയ്ഖിന് വേണ്ടി 12 റക്അത്ത് മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസ് ബിൽ ഖദ്അ. അതാ രസം. ഫാത്തിഹകളും ഇഖ്ലാസും ഓതി വേണം, ഖുദൂഅോടുകൂടി നിസ്കരിക്കണം. ഓതേണ്ടത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ എന്താ ഉള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആരോടാ ദുആ ചെയ്യുന്നത്? ദാ അടുത്ത വരിയതാ. എന്നിട്ട് എന്ത് പറയണം? യാ ഗൗസൽ അഅ്ളം. സുബ്ഹാനല്ലാഹ്. എന്താ നിങ്ങൾ ആലോചിക്കുക? എന്താ പറയുന്നത്? യാ ഗൗസൽ അഅ്ളം അബ്ദുൽ ഖാദിർ സുറഅ, വേഗം. യാ സയ്യിദി ഔഫ് ഉഹ്ദുർനി യാ മുഹ്യിദ്ദീനെ, വാ. നിങ്ങൾ ആലോചിക്കുക എന്തായി പറഞ്ഞത്? നല്ല സ്ഥലം വേണം, ഹൃദയ സാന്നിധ്യം വേണം, അശ്രദ്ധ പാടില്ല, ഉറക്കം ഒഴിവാക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കണം, ഒക്കെ എൻ്റെ ഷർത്തുകളിൽ പറയുന്നുണ്ട്. എന്നിട്ട് വിളിക്കണം എന്ത്? എന്നിട്ട് 12 റക്അത്ത് നിസ്കരിക്കണം. അതിൽ ആ 12 റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അങ്ങനെ ആവുമ്പം എന്താവും? യാ ഗൗസൽ അഅ്ളം അബ്ദുൽ ഖാദിർ സുറഅ. ഭയങ്കര പെട്ടെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സ്വലാത്തുണ്ടോ? നിസ്കാരമുണ്ടോ? ഈ ആരാ പഠിപ്പിച്ചത് ഈ നിസ്കാരം? ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? എവിടെയെങ്കിലും നിസ്കാരമുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കും. ഇതിൻ്റെ ഗൗരവം അതാണ്. ഇനി ഇതൊന്നുമല്ല, ഇനി നമുക്കിതിങ്ങനെ പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കണം. ഞാനിതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു. ഇതൊന്നുമല്ല. അള്ളാഹുവിന് 99 അസ്മാഉകളില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഈ ശൈഖിനുണ്ട് അത്രയും അസ്മാഉകൾ. എന്താണോ അള്ളാഹ്ക്കുള്ളത് അതൊക്കെ ഭയങ്കര കഥകളാണ്. നരകത്തിനെ കാക്കണ ശൈഖ് പറഞ്ഞിട്ടുണ്ട് അത്ര. നരകത്തിനെ കാക്കണ മലക്ക് പറഞ്ഞിട്ടുണ്ട് അത്ര. എൻ്റെ മുരീദന്മാരാരും ഇതൊക്കെ എഴുതി വെച്ചതാണ്. കിതാബ ബഹജ എന്ന് പറഞ്ഞൊരു കിതാബാണ്, എഴുതി വെച്ചുണ്ടാക്കിയതാണ്. എൻ്റെ മുരീദന്മാരാരും നരകത്തിലില്ല എന്ന്. ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്കി. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും പോലെ എവിടെയുള്ളത്? ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു ആരാന്ന്? മുഹമ്മദ് നബിക്ക് സാധിക്കാത്തത്, ഇബ്രാഹിം നബിക്ക് സാധിക്കാത്തത്. ഇബ്രാഹിം നബിൻ്റെ വാപ്പ എവിടെ? മുഹമ്മദ് നബിൻ്റെ പിതൃവ്യൻ എവിടെ? അപ്പൊ സത്യത്തിൽ ഇതാണ് ഈ സാധനം. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അത്ഭുതമുള്ള ഒരുപാട് കഥ ഉണ്ട്. നമ്മൾ വെച്ചാൽ നമുക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യലല്ല നമ്മളെ വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനമാണ് ഖുർആന് പകരം വായിക്കപ്പെടുന്നത് പള്ളികളിൽ. ആ പള്ളിയിൽ അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പറയപ്പെടുന്ന പള്ളിയിലെ ഇമാമിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും പറഞ്ഞത്. സത്യത്തിൽ ആ പറഞ്ഞ വാക്ക് വേണ്ടാത്തതായിരുന്നു. പക്ഷേ സംഗതിൻ്റെ ഒരു മനസ്സിലായി. ഭയങ്കര രസം. ഒരു കഥ പറയുന്നുണ്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ. ഒരിക്കലും പ്രദേശത്തു കൂടെ ഇങ്ങനെ ഷെയ്ഖ് നടന്നു പോകുമ്പോൾ ഒരു മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ തർക്കം. അപ്പോൾ തർക്കം എന്താ വെച്ചാൽ, മുഹമ്മദ് നബിയാണോ ഈസാ നബിയാണോ ഏറ്റവും അഫ്ളൽ ശ്രേഷ്ഠൻ എന്നാണ് തർക്കം. ക്രിസ്ത്യാനി പറയും ഈസാ നബിയാണ്. അതിന് തെളിവ് ക്രിസ്ത്യാനി പറഞ്ഞത്, ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ച്, നിങ്ങളെ മുഹമ്മദ് നബി എന്ത് ചെയ്തിട്ടില്ല? ജീവിപ്പിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ നബിയല്ല, പക്ഷേ ആ നബിയുടെ നല്ല ഒരു അനുയായിയാണ്. ഞാൻ അങ്ങനെ ഒരാളെ ജീവിപ്പിച്ചാൽ നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്ത്യാനി പറയാൻ ഉറപ്പല്ലേ, വിശ്വസിക്കും എന്ന് പറയും. അങ്ങനെ ഈ ക്രിസ്ത്യാനിയും കൊണ്ട് ഷെയ്ഖ് ഒരു മഖബറയിൽ പോവുകയാണ്, ഒരു ഖബർസ്ഥാനിൽ പോവുക. എന്നിട്ട് അവിടെ വെച്ച് ഈ മഖബറയിൽ നിന്ന് ഷെയ്ഖ് പറയാണ്, എൻ്റെ അനുവാദത്തോടു കൂടി നീ എഴുന്നേൽക്കുന്ന ഒരു ഖബറിനെ ചൂണ്ടി പറഞ്ഞു. എൻ്റെ എന്ന് പറഞ്ഞാൽ ഷെയ്ഖിൻ്റെ അനുവാദത്തോട്. അത്ഭുതം എന്ന് പറയട്ടെ, ഖബറ് പിളർന്ന് മയ്യത്ത് പുറത്തു വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുമാത്രം ഗൗരവമാണ് വിഷയം, എന്തുമാത്രം ഗൗരവം. എങ്ങനെയാണ് നമ്മൾ ഇത് പറയാണ്ടിരിക്കുക? ഇത് ചെയ്യണോ?
ഇത് ചെയ്യുന്ന, ഇത് വായിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന ആൾ മുസ്ലിമാന്ന് പറയാൻ പറ്റും. പക്ഷെ ഒറിജിനൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ളക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. നമ്മൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ ജീവിതം വളരെ മനോഹരം. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ മുമ്പ് ഒരു ദിവസമേ അദ്ദേഹം രോഗിയായി കിടന്നിട്ടുള്ളൂ. ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, മൂത്ത മകൻ അബ്ദുൽ വഹാബ് എന്നാണ് മകൻ്റെ പേര്. അബ്ദുൽ വഹാബ് എന്ന് പേരിട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമല്ലോ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്നുള്ളത്. ആ മോൻ ചോദിക്കുന്നുണ്ട്, ഉപ്പ മരിക്കണിന് മുമ്പ് എന്തെങ്കിലും വസയ്യത്ത് പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം വസയ്യത്ത് പറയുന്നുണ്ട്. അതിൽ കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. അലൈക ബി തഖ്വല്ലാഹി അസ്സ വജല്ല വലാ തഅതി വലാ തഖ്ഫ അഹദൻ സിവല്ലാഹ് വലാ തർജു അഹദൻ സിവല്ലാഹ്. ആ വാചകങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾട്ട്. തഖ്വ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം, അള്ളാഹുവിനല്ലാതെ നീ ആരെയും പേടിക്കരുത്. വലാ തർജു അഹദൻ സിവല്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. റജാ വക്കിലുൽ ഹവായിജ കുല്ലിഹാ ഇലല്ലാഹ്. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ ആരെ വക്കാലത്താക്കണം? അള്ളാഹുവിനെ വക്കാലത്താക്കണം. അള്ളാഹുവിനെ വത്ലുബ്ഹാ ജമീഅൻ മിൻഹു, എല്ലാ കാര്യവും അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. ഒന്നല്ല, അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഷെയ്ഖിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 60-ലധികം. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ 400-ലാണ്. 60-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ട് അതിലധികവും അതിമനോഹരമായ തൗഹീദ് പറയുന്ന, ഇസ്ലാമിൻ്റെ ശുദ്ധമായ അഖീദ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ഒരു ഉദാഹരണം ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അത് കാണിച്ചു തരാനുള്ളൊരു കാരണമുണ്ട്. നമ്മുടെ ഈ ഇതിലുള്ള രണ്ടാമത്തെ വിഷയം, ഒന്നാമത്തേത് ഈ ഖുതുബിയ്യത്താണ്. രണ്ടാമത്തേത് നാടാകെ, നമ്മുടെ കേരളത്തിലാകെ ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ മുദബ്ബിറുൽ ആലം. പേടിയാവും ചിലപ്പോൾ നമുക്ക് പറയാം. ഞാൻ ആ പോസ്റ്റർ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നുണ്ട് കുറേ നേരം. ശരി തന്നെയാണോ? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ. നമ്മൾ ആരാ മനസ്സിലാക്കി മുദബ്ബിറുൽ ആലം ആരാന്ന്? അള്ളാഹുവാണ് എന്നല്ലേ. എന്നാൽ ഇത് പറയല്ല, പ്രസംഗിക്കല്ല, അതിന് വാദപ്രതിവാദം നടത്തല്ല, ഒരു പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വേണമെങ്കിൽ ഒരു വരി, ഒറ്റ വരി കേട്ടു നോക്കി. അധികം കേൾക്കാൻ പാടില്ല, കാരണം ഈ സ്ക്രീൻ ചിലപ്പോൾ പൊട്ടിപ്പോവും. വിശദീകരിക്കണ്ടല്ലോ, കേൾക്കുക മാത്രമല്ല അതിൻ്റെ അവസാനത്ത് കണ്ടെങ്കിൽ ഖുൻ ഫയക്കൂൻ. ആരതാ? അല്ലാന്നാ പറഞ്ഞു, പഠിച്ചോന്നാ പറഞ്ഞു. അതാ രസം. ഇനി ഇതിലെ സംഗതി എന്താ വെച്ചാൽ, ഇതാരെ പേരിലറിയോ? ഇത് ഈ ജീലാനിയുടെ പേരില്ല. ആ ജീലാനി, ഞാനൊരു ഒറ്റ സംഗതി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക, അതിൻ്റെ ഗൗരവം മനസ്സിലാകും. ആ ജീലാനിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഇങ്ങനെ കുറേ പരിശോധിക്കുമ്പോൾ കണ്ടതാണ്. കിതാബു അൽ ഉൻയത്തു ലി താലിബി ത്വരീഖിൽ ഹഖ് എന്ന്. കണ്ടോ? മുകളിലെ പുസ്തകത്തിൻ്റെ പേരാ, എല്ലാവരും നോക്കിക്കോ. കിതാബു അൽ ഉൻയത്തു ലി താലിബി ത്വരീഖിൽ ഹഖ്. അതെ, താലിബി ത്വരീഖിൽ ഹഖ്, യഥാർത്ഥ മാർഗം അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള ഉന്യത്താണ്. അദ്ദേഹം എഴുതിയത് അബ്ദുൽ ഖാദർ ജീലാനി എഴുതിയ ബുക്ക്. ആ പുസ്തകം അതിമനോഹരമാണ്. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അമ്മൽ ഫസലുസ്, ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മുമ്പ് ഒരുപാട് പേജുകളാണ്. അതിൽ സെക്കൻഡ് പാർട്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ
ബയാനു മഖാലത്തുൽ ഫിറഖ് ദ്ദാല്ലാൻ ത്വരീഖിൽ ഹുദ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. ഭയങ്കര രസമുള്ളൊരു കിതാബാണ്, ശരിക്ക് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണെന്ന് എനിക്ക് തോന്നിപ്പോയി, അത്ര മനോഹരമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്ന ബനി ഇസ്രായേൽ ഇഫ്തറഖത് അലാ മൂസ ബി 71 ഫിർഖ, 71 വിഭാഗമായി ബനു ഇസ്രായേൽ, എൻ്റെ സമൂഹം 72 ആകും. ആ 72 എണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര അത്ഭുതം, ശരിക്കത് വായിച്ചു നോക്കേണ്ട ഒരു സംഗതി. അതിലവസാനം എത്തിപ്പെട്ട കുറേ എണ്ണി പറഞ്ഞ് കുറേ വിഭാഗത്തെക്കുറിച്ച് പറയണ്ടേ. ആ ഹദീസ് കുറേ വിശദീകരിക്കുന്ന ശേഷം കുറേ വിഭാഗത്ത് പറഞ്ഞിട്ട് ഒരു വിഭാഗം അത് വായിച്ചു. വ അമ്മൽ മുഫവ്വദിയ്യ, അതൊരു ഗ്രൂപ്പാണ്. ഈ 72-ൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് മുഫവ്വദിയ്യ. ഫഹും, ആരാറിയ അവർ? അൽ ഖായിലൂൻ, അവർ പറയും ഇന്നല്ലാഹ ഫവ്വള തദ്ബീറൽ ഖൽഖി ഇലൽ അഇമ്മ, അല്ലാഹു തദ്ബീറുൽ ഖൽഖ് ചില നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നവർ പറയും. തീർന്നില്ല. വ ഇന്നല്ലാഹ തആല ഖദ് അഖ്ദറ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൽഖിൽ ആലം വ തദ്ബീരിഹി, അല്ലാഹു ലോകത്തെ സൃഷ്ടിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും ഖദ് അഖ്ദറ, ആർക്ക് കഴിവ് കൊടുത്തു? ആർക്ക്? അൻ-നബി. തീർന്നില്ല. വ ഇൻ കാന മാ ഖലഖ അല്ലാഹു മിൻ ദാലിക ഷൈഅൻ, അതിലുള്ള ഒന്നും നബി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? നബിക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതേ സാധന ഈ ആൾക്കാർ പറഞ്ഞു. ആ പാട്ടുകൾ കേട്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് തദ്ബീർ മാത്രമല്ല അള്ളയാണെന്ന് പറഞ്ഞു. അതിന് ശേഷം പറയുന്നത് അവരുടെ ഈ മുഫവ്വിദിയ്യ എന്ന് പറഞ്ഞത് 72 കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാണ്. അതിന് വേറെ കുറേ പറയുന്നുണ്ട്. ഈ ഷിയായിസമാണ് ഒറിജിനൽ. അത് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാ, ഈ സാധനം മുഴുവൻ ഷിയായിസമാണ്. അത് പറയുന്ന അടുത്ത വാചകം നോക്കൂ. വകദാലിക ഖാലൂ ഫീ ഹഖ്ഖി അലിയ്യിൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. വമിൻഹും മൻ ഇദാ റഅ അസ്സഹാബ് സല്ലമ അലൈഹി, മേഘം കണ്ടാൽ ഇവർ സലാം പറയുന്നു. മുഫവ്വിദിയ്യകൾ എന്താ അറിയോ? എന്തിനാ പറയണത്? യസ്അമു അന്ന അലിയൻ ഫീഹി, അലി ഉണ്ട് അവിടെ മേഘത്തില് എന്ന്. നോക്കൂ, അലിയൻ ഫീഹി. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇതാണ് വിഷയം. ഇതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം. അതല്ലാതെ ഇതാരെങ്കിലും ഭിന്നിപ്പിക്കാനോ ഇസ്ലാമിക ഐക്യം തകർക്കാനോ ഒന്നുമല്ല. എന്നിട്ട് കുറേ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ചോദ്യത്തിനൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരമാണ്. സംശയമില്ല, ഒരു സംശയമില്ല. ഇത് ചെയ്തവൻ, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അത് മുശ്രിക്കനാണ്, ശിർക്കന്നെയാണ്, ഒരു സംശയമില്ല. കുഫ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് കുഫ്റാണ്, ശിർക്കാണ്. പക്ഷേ നമ്മൾ ഒരാളെ ചൂണ്ടി പറയരുത്. എന്ത്? ഞാൻ ആമുഖമായി പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ കാഫറാണ് എന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹ്യ് കൊടുത്തില്ല. നിങ്ങൾക്കറിയില്ലേ മുനാഫിഖ് ആരാന്ന് എണ്ണി പറഞ്ഞു കൊടുത്ത്, എണ്ണി പറഞ്ഞു കൊടുത്ത്. നബി ആർക്കും പറഞ്ഞു കൊടുത്തില്ലല്ലോ, ആർക്കും അറിയിച്ചില്ല. ഉമർ ഇബ്നു ഖത്താബിനോട് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞ തന്നെ ഒരാളോടും പറയാൻ പറ്റില്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാ. ഒരാളോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പലരും വന്ന് ഉമറിനോട് ചോദിച്ചു, എൻ്റെ പേരുണ്ടോ പറഞ്ഞില്ലേ? അത്ര ഗൗരവമുള്ള അത് നമ്മൾ പറയാൻ വേണ്ട. പക്ഷേ ഇത് ശിർക്കാണ്, ഇത് കുഫ്റാണ്, ഒരു സംശയമില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ നിൽക്കണം. കാരണം നമ്മുടെ സംശുദ്ധമായ അഖീദയെ പൊളിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ പൊളിക്കാനുള്ള ഏകമാർഗം. അതിന് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ്. ഇത് ഖുർആൻ്റെ സ്ഥാനത്ത് വേറെ സ്ഥാനം കൊണ്ടുവരിക, അതാണ് ഈ സാധനം കൊണ്ടുവന്നത്. അതേപോലെ അള്ളാഹു ആണ് ഷെയ്ഖ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാ, കുറച്ചും കൂടി പോയാൽ അതിനേക്കാൾ വലുതാ. കേൾക്കാൻ പറ്റാത്ത ഒരുപാട് സാധനമുണ്ട് നമ്മളെടുത്ത്. അത് എനിക്ക് പേടിയായിട്ട്, ഞാൻ ഈ സ്ക്രീൻ പൊട്ടുമെന്ന് പേടിയായിട്ട് അതിലിടാതിരിക്കുക. അത്ര മോശം സംഗതിയുണ്ട്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ വളരെ സൂക്ഷ്മത പാലിക്കണം.
ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തൗഹീദ് പോയാൽ സഹോദരന്മാർ, നമ്മുടെ വിശ്വാസം പോയാൽ ആകെ ശരിക്കും സൂക്ഷ്മത വലിക്കണം. രണ്ടാമത്തേത് ഈ വിഷയം ആളുകളിലേക്ക് എത്തിക്കണം. ഇത് അവസരമാണ്. ബാക്കി നമ്മൾ പേടിക്കണ്ട. നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്താക്കണ്ട, ബേജാറാണ്. ഓ അങ്ങനെ പോവോ അത് നമ്മൾ ബേജാറാണ്. നമ്മൾക്കത് അവസരമാണ്. എന്ത്? ഇതാണ് അവസ്ഥ, ഇതാണ് കാര്യം, ഇതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയുന്നത് എന്ന് നമുക്ക് നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ ഇത് പറയാനുള്ളൂ, നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുന്ന, തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന, അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ ആളുകൾക്കൊക്കെ നീ ഹിദായത്ത് നൽകി അവരെ നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.